ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ലഹരി ഇടപാടുകാരനുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ കണ്ടെത്തിയതോടെയാണ് മയക്കുമരുന്ന് കേസിൽ ഷൈൻ ടോം ചാക്കോയെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൈനിന്റെ ശരീരത്തിലെ രാസലഹരി സാന്നിധ്യം അടക്കം പരിശോധിച്ചു. സൈബർ പോലീസിന്റെ കണ്ടെത്തലുകളാണ് കേസിൽ നിർണായകമായത്. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ട സംഭവത്തിലാണ് ഇന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. സാഹസ്യമായി ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെട്ടത് എന്തിനെന്ന ചോദ്യത്തിന് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളാണെന്ന് കരുതിയെന്നായിരുന്നു ഷൈൻ നൽകിയ മൊഴി. ഹോട്ടലിൽ തന്നെ തേടിയെത്തിയത് പോലീസാണെന്ന് അറിഞ്ഞത് പിറ്റേന്ന് രാവിലെയാണെന്ന് വിശ്വസിപ്പിക്കാൻ ഷൈൻ ആവും വിധമെല്ലാം ശ്രമിച്ചു. എന്നാൽ ഷൈന്റെ ഓരോ ഉത്തരങ്ങളുടെയും മുനയൊടിക്കാനുള്ള തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. സൈബർ പോലീസ് ശേഖരിച്ച വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടവരെ അറിയുമോ എന്നുള്ള ചോദ്യങ്ങളിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് ഷൈൻ ആവർത്തിച്ചു നൽകിയത്. എന്നാൽ ഫോൺ കോളുകളും ഡിജിറ്റൽ ഇടപാടുകളും അടക്കമുള്ള തെളിവുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യങ്ങളിൽ ഷൈന് അടിതെറ്റി. ഡാൻസ് ഓഫ് അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയുമെന്ന് ഒടുവിൽ ഷൈന് സമ്മതിക്കേണ്ടി വരികയായിരുന്നു. സജീറുമായി കഴിഞ്ഞ 16-ന് നടത്തിയ 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പോലീസ് കണ്ടെത്തിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. NDPS സെക്ഷൻ 27-29 പ്രകാരമാണ് ഷൈനെതിരെ കേസെടുത്തിട്ടുള്ളത്. ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് കേസെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി. ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക, പങ്കാളിയാവുക അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ലഹരി മരുന്നിന്റെ സാന്നിധ്യം പരിശോധിക്കാനായി ഷൈനിന്റെ മുടി, നഖം, സ്രവം എന്നിവ ശേഖരിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഷൈനെ ഇപ്പോൾ പോലീസ് വിട്ടയച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്ന നിബന്ധനയും പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? നിലിമ, 5:35 കൂടി തന്നെയാണ് ഈ ലഹരി കേസിൽ പ്രതിയായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. അതോടൊപ്പം തന്നെ 21-ാം തീയതി, അതായത് മറ്റന്നാൾ, ഈ മാസം 21-ന് ചോദ്യം ചെയ്യലിനായിട്ട് വീണ്ടും ഹാജരാകണമെന്നുള്ള നിർദ്ദേശവും പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഹാജരാകാമെന്നുള്ള നിബന്ധന അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത്. എന്തായാലും സ്റ്റേഷൻ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിൽ അല്ലെങ്കിൽ തുടർ ചോദ്യം ചെയ്യൽ ൊക്കെ തന്നെ ഷൈൻ ടോം ചാക്കോ ഹാജരായി മൊഴി നൽകേണ്ടി വരും. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള മൊഴികളും വിശദാംശങ്ങളും ഒക്കെ തന്നെ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടികൂടിയ തസ്ലിമയുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ നൽകിയത്. അതായത് തസ്ലിമയെ അറിയാമെന്നുള്ളതായിരുന്നു ആ മൊഴി. നേരത്തെ തസ്ലിമ പിടികൂടിയ സമയത്ത് സിനിമാ മേഖലയിലെ പലർക്കും താൻ ലഹരി നൽകിയിട്ടുണ്ട്, ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള മൊഴി നൽകിയിരുന്നു. അതിൽ ഷൈൻ ടോം ചാക്കോയും ഉൾപ്പെട്ടിരുന്നതാണ്. അത് സ്ഥിരീകരിക്കുന്ന മൊഴി തന്നെയാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും പോലീസിന് ലഭിച്ചത്. അതുകൂടാതെ തന്നെ അന്നേ ദിവസം, അതായത് വേദാന്ത ഹോട്ടലിൽ പോലീസ് ഡാൻസ് ഓഫ് സംഘം അന്വേഷിച്ചെത്തിയ സജീറുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് സജീറിനെ തനിക്ക് അറിയാം. ഈ 16-ാം തീയതി ഈ വേദാന്ത ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്ന അന്നേ ദിവസം സജീറുമായിട്ട് താൻ 20,000 രൂപയുടെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ളതും ഷൈൻ ടോം ചാക്കോ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഷൈനിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസ് കാണിച്ച സമയത്താണ് ഈ സാമ്പത്തിക ഇടപാടുകൾ താൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിച്ചുകൊണ്ടുള്ള മൊഴി ഷൈൻ ടോം ചാക്കോ നൽകുകയും ചെയ്തത്. നിലവിൽ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത് 16-ാം തീയതി ഈ പറയുന്ന വേദാന്ത ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെടുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. പോലീസിനെ ഭയന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു. ലഹരി ഉപയോഗിച്ചതിനും അതോടൊപ്പം തന്നെ അതിന് തക്ക പ്രേരണ ചുമത്തുന്നതിനും തക്ക കുറ്റങ്ങൾ ഷൈൻ ടോം ചാക്കോ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ NDPS ആക്ടിലെ 27B-യും അതോടൊപ്പം തന്നെ 29 BNS-ലെ 238 തെളിവ് നശിപ്പിക്കൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് പ്രഥമ വിവര റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ കൂടാതെ മറ്റൊരാൾ, അതായത് വേദാന്ത ഹോട്ടലിൽ ആ റൂമിൽ ഷൈനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് അർഷാദും
മുഹമ്മദ് മുർഷാദും നിലവിൽ ഈ കേസിൽ പ്രതിയാണ്. എന്തായാലും അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ലഹരി ഇടനിലക്കാരനായിട്ടുള്ള സജീറിന് ഈ ഷൈൻ ടോം ചാക്കോയുമായിട്ടുള്ള ബന്ധം, നേരത്തെ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ലഹരിയുടെ പേരിൽ നടന്നിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ വ്യക്തതയും തെളിവുകളും പോലീസിനെ ശേഖരിക്കുവാനായിട്ടുള്ളത്. എന്തായാലും സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാസലഹരിയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയ്ക്കായിട്ടാണ് ഷൈൻ ടോം ചാക്കോയുടെ നഖം, മുടി, അതോടൊപ്പം തന്നെ ശരീരസ്രവങ്ങൾ ഇവയുടെ സാമ്പിളുകൾ ജനറൽ ആശുപത്രിയിൽ ശേഖരിച്ചിട്ടുള്ളത്. അതിന്റെ പരിശോധനാ റിപ്പോർട്ട് കൂടി വരുന്ന മുറയ്ക്ക് മറ്റ് നടപടികളിലേക്കും പോലീസിന് കടക്കാനാകും. 2015 കൊക്കെയിൻ കേസിൽ, അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത കൊക്കെയിൻ കേസിലാണ് ഷൈൻ ടോം ചാക്കോ പ്രതിയാകുന്നത്. അതിനുശേഷം രണ്ടാമത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് ഈ ലഹരി കേസ്. എന്തായാലും ജാമ്യം ലഭിക്കാവുന്ന, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് നിലവിൽ ചുമത്തപ്പെട്ടിരിക്കുന്നതെങ്കിലും പിന്നീടുള്ള തുടർ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുന്നതായിരിക്കും. നിലവിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ വിട്ടയച്ചിരിക്കുന്നത്. നീലിമ. ഓക്കെ രേഷ്മ, ജിജീഷ് കരുണാകരൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ കരുതലോടെയാണ് പോലീസ് ഇത്തവണ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ നിലപാടെടുത്തത്. അറസ്റ്റില്ലെന്നാണ് ഷൈൻ കരുതിയത്. അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഷൈനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ സജീറുമായുള്ള അഗാധമായ ബന്ധം ഷൈന് വെളിപ്പെടുത്തേണ്ടി വന്നു. ഇതല്ലേ ഷൈനെ കുടുക്കിയത്? തീർച്ചയായും നീലിമ, കാരണം നേരത്തെ പല ഘട്ടങ്ങളിലും പോലീസിൽ നിന്ന് വളരെ തന്മയത്വത്തോടെ രക്ഷപ്പെടുന്ന ഒരു രീതി തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നത്. 2015 കേസിലടക്കം വന്ന് പോലീസിനെതിരെ അന്നത്തെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ കേസിൽ നിന്ന് വെറുതെ വിട്ട ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരെയും അന്നത്തെ സർക്കാരിനെതിരെയും എല്ലാം തന്നെ ആരോപണങ്ങൾ ഉയർന്നതായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ കരുതലോടെ നീങ്ങി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് ഷൈൻ ടോം ചാക്കോന് പോലും വ്യക്തമായിരുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം സാധാരണ നിലയിൽ തന്നെ ചോദ്യം ചെയ്ത് വിടും, കാരണം മറ്റു തെളിവുകളൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഒരു ഷൈനിന്റെ ചിന്താഗതി ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ തന്നിൽ നിന്ന് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി സമയം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകിൽ നിന്നടക്കം സമയം നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു ഒളിവിലേക്ക് പോകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയി. എന്നാൽ ഒളിവിലുള്ള ആളെ പിടിക്കേണ്ട എന്നൊരു തീരുമാനം പോലീസ് സ്വീകരിച്ചിരുന്നു. പിന്നാലെ പോയി പിടിക്കേണ്ട, എന്നാണോ ഷൈൻ ടോം ചാക്കോ തിരികെ എത്തുന്നത്, കേരളത്തിലേക്ക് വരുന്നത്, ആ ഒരു ഘട്ടത്തിൽ മാത്രം ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നാൽ മതി എന്ന ഒരു തീരുമാനമായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ നിശ്ചയിച്ച, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ എല്ലാ ചിന്താഗതികളെയും മാറ്റിമറിച്ചുകൊണ്ട് പോലീസ് ശക്തമായ തെളിവുകൾ ഇതിനിടെ ശേഖരിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വന്നിരുന്നത്. കാരണം അന്ന് ഹോട്ടലിൽ എത്തിയ ആളുകൾ, അതിന്റെ ഇടനിലക്കാരനായി എത്തിയ ആള് എന്നിവരിൽ നിന്നെല്ലാം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. മാത്രമല്ല, ഷൈനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന മറ്റു നമ്പറുകളിൽ പോലീസ് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. ആരുമായിട്ടെല്ലാമാണ് നിരന്തരമായ മൊബൈൽ ഫോൺ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്, ഇതിൽ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നിട്ടുണ്ടാകുക ആരെല്ലാമായിട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഷൈനെ വിട്ടയച്ചിരിക്കുന്നത്. സമഗ്ര വിവരങ്ങളാണ് ജിജീഷും നൽകിയത്.